ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്. ഇതിനു മുമ്പേ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബേസിക് സയൻസ്, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാഠഭാഗത്തുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ആക്ടിവിറ്റീസും പേജ് വൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുന്ന വിധത്തിലാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് 7th ചാപ്റ്ററാണ്, ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങളിലൂടെ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഓക്കെ, മാതേ ഈസ് ദ നെയിം ഓഫ് ദ റിവേർഡ് ഗോഡസ് ഓഫ് ദ ഫിഷർമാൻ where centuries ago Portuguese voyaged into the annals of history by dropping their anchor. അപ്പോൾ ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ കടൽ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ റിവേർഡ് ഗോഡസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗോഡസ് ആണ്. അവരുടെ പേരാണ്, ആ ഗോഡസിന്റെ പേരാണ് മാതേ. ഓക്കെ, Made is the name of the revered goddess of the fishermen along where centuries ago the Portuguese voyaged into the annals of history by dropping their anchor. From the Indian Ocean together, we sailed past the Pacific, the Atlantic and the storied capes where the waves of history crash between the wind and the waves, never letting each other feel lonely. We circumnavigated the sea, time and the world. Command Abhilash Tommy. Okay, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ അതിൽ അഭിലാഷ് ടോമി എഴുതിയ വരികളാണ്. എന്താണ്? ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കിലേക്കും അറ്റ്ലാന്റിക്കിലേക്കും കടന്ന് ചരിത്രങ്ങൾ തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ എഴുതിയതാണ്. ഒരു യാത്രാ വിവരണമാണ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ അഭിലാഷ് ടോമി അദ്ദേഹം പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്, ഒരു മലയാളി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ സമുദ്രത്തെ, സീസിനെ പറ്റിയിട്ടും അതേപോലെ കോണ്ടിനെൻസിനെ പറ്റിയൊക്കെ ഷെയർ ചെയ്യാണ്. Commander Abhilash Tommy is sharing the experience of traveling across the oceans and continents in his travelogue Kadal Ottakku Kshanichappol. He is the first Indian and Malayali sailor who went around the world without stopping in the sailboat named Madei of the Indian Navy. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അതായത് മാതേയി എന്ന പായ്ക്കപ്പലിലാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. കൂടെ മലയാളികളായ നമുക്ക് അഭിമാനിക്കാവുന്നതുമാണ്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. ഇനി ദിസ് ബുക്ക് he describes how lands with unique features are spread across and are interconnected on this vast earth as he sailed from ocean to ocean. അദ്ദേഹം ഓരോ ഓഷ്യനിൽ നിന്നും വേറൊരു സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ലാൻഡൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും സ്പ്രെഡായി കിടക്കുന്നത്, എങ്ങനെയാണ് ലാൻഡും സീസും തമ്മിൽ ഇന്റർ കണക്റ്റഡ്, ഇതൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. Shall we take up a trip around the world just like Commander Abhilash Tommy did? അപ്പോൾ നമുക്കും അതേപോലെ തന്നെ ലോകം ചുറ്റി വന്നതുപോലെ ഒരു ലോക സഞ്ചാരം ഈ പാഠപുസ്തകത്തിലൂടെ, ചാപ്റ്ററിലൂടെ കടന്നു പോയി വന്നാലോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, Continents are large and masses that are situated among the oceans. എന്താണ് കോണ്ടിനെൻറ്റ്സ്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ലാൻഡ് മാസസ്, അതായത് വലിയ കരകളാണ്. കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി, ലാൻഡ് മാസസ് അതാണ് സിറ്റുവേറ്റഡ് എമംഗ് ഓഷ്യൻസ്, അതായത് സമുദ്രങ്ങൾക്കിടയിൽ, സമുദ്രമാണ് അതിൻ്റെ ഇടയിലുള്ള ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് കമ്പൈൻസ് മെനി കൺട്രീസ്. ഓരോ കോണ്ടിനെൻറ്റും ഒരുപാട്
കൺട്രീസ് ഉണ്ട്. ഈച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഷാൾ വി എക്സാമിൻ ദ, അപ്പോൾ ഓരോ കോണ്ടിനെൻസിനും അതിൻ്റേതായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ കോണ്ടിനെൻസ്, ആ ഒരു പേജിലെ ചോദ്യമാണ്. നമുക്ക് പേജ് നമ്പർ 87. വാട്ട് ആർ കോണ്ടിനെൻസ്? അപ്പോൾ നമുക്ക് പറയാം, കോണ്ടിനെൻസ് ആർ ലാർജ് ലാൻഡ് മാസസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് ദ ഓഷ്യൻസ്. എന്താണ്? കോണ്ടിനെൻസ് ആർ ലാർജ് ലാൻഡ് മാസസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് ദ ഓഷ്യൻസ്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ലാൻഡ് മാസസിനെയാണ് നമ്മൾ കോണ്ടിനെൻസ് എന്ന് പറയുന്നത്. വാട്ട് ഡു മോസ്റ്റ് കോണ്ടിനെൻസ് കൺസിസ്റ്റ് ഓഫ്? എന്താണ് ആദ്യം കോണ്ടിനെൻസിനുള്ളത്? മോസ്റ്റ് കോണ്ടിനെൻസ് കംപ്രൈസ് മെനി കൺട്രീസ്. ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഓരോ ഭൂഖണ്ഡത്തിനും ഒരുപാട് കൺട്രീസ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 88 നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, മാർക്ക് ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെൻസ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ പേര് എഴുതണം. ഓക്കെ, നമ്മൾ എവിടെയാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ്, ഏത് കോണ്ടിനെൻസിലാണെന്ന് എല്ലാവർക്കും അറിയോ? നമ്മുടെ ഏഷ്യയിലാണല്ലേ. നമ്മുടെ ഏഷ്യ എവിടെയാണ്? ഓക്കെ, നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് ഏഷ്യ. ഈ ഒരു ഭാഗം, അത് നമ്മുടെ ഇന്ത്യ ദാ ഇവിടെ കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇതെന്താണ്? ഇത് ഏഷ്യ ആണ്. ഓക്കെ, ഏഷ്യ. ഓക്കെ, ഏഷ്യ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒറ്റപ്പെടുത്ത് കിടക്കുന്നുണ്ട്. ഇതെന്താണ്? സൗത്ത് അമേരിക്ക ആണ്. ഇതെന്താണ്? സൗത്ത് അമേരിക്ക ആണ്. ഇതെന്താണ്? നോർത്ത് അമേരിക്ക ആണ്. ഒക്കെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് അമേരിക്ക, ഇത് നോർത്ത് അമേരിക്ക. പിന്നെ ഇതെന്താണ്? ഇത് ആഫ്രിക്കയാണ്. ഓക്കെ, ആഫ്രിക്ക. ഇവിടെ നമുക്ക് ആഫ്രിക്ക എന്ന് എഴുതാം. ഓക്കെ, ആഫ്രിക്ക ദാ ഇവിടെ കിടക്കുന്നു. പിന്നെ ഇത് ഏഷ്യ ആണ്. പിന്നെ ഇവിടെ കാണുന്ന എന്താണ്? നമ്മൾ ഏഷ്യ പറഞ്ഞു, ഇത് ഏഷ്യ ആണ്. അതേപോലെ ഇതെന്താണ്? യൂറോപ്പാണ്. ഓക്കെ, ഇത് യൂറോപ്പാണ്. അതേപോലെ ഇത് സൗത്ത് അമേരിക്ക എന്ന് നമ്മൾ പറഞ്ഞു, ഇത് നോർത്ത് അമേരിക്ക ആണ്. ഓക്കെ, നോർത്ത് അമേരിക്ക. ഇനി നമുക്ക് ഏതാണ്? ആഫ്രിക്ക ഉണ്ടല്ലേ. ഇനി നമുക്ക് ആഫ്രിക്ക ദാ ഇതാണ് ആഫ്രിക്ക. ഓക്കെ, ഇത് ആഫ്രിക്ക. ഓക്കെ, AFRICA, ആഫ്രിക്ക. ചെറിയ ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, അതെന്താണ്? ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഓസ്ട്രേലിയ. ഓക്കെ, AUSTRALIA. പിന്നെ ഇവിടെ കാണുന്ന എന്താണ്? അന്റാർട്ടിക്കയാണ്. ആൻറ്റ് എഴുതാ, അന്റാർട്ടിക്ക. ഓക്കെ, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഷ്യൻസ് പറഞ്ഞു അല്ലേ. എന്തൊക്കെ ഓഷ്യൻസ് ഉണ്ട് നമുക്ക്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഓക്കെ, ഇതാണ് നമ്മുടെ കോണ്ടിനെൻസ്. ഓക്കെ, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതിനിടയിൽ നിങ്ങൾ സീസ് കാണുന്നുണ്ടല്ലോ. അവിടെ ഇന്ത്യൻ ഓഷൻ ഉണ്ട്, അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട്, പസഫിക് ഓഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് കോണ്ടിനെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് കോണ്ടിനെൻറ്റ്? എ കോണ്ടിനെൻറ്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് ഓൺ എർത്ത്. കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ് ആൻഡ് സീസ്. സമുദ്രങ്ങളും കടലുകളാണ് ചുറ്റുപാടുള്ളത്. ഈച്ച് കോണ്ടിനെൻറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ യൂണീക്ക് ഫീച്ചേഴ്സ്. ഓരോ കോണ്ടിനെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള യൂണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ക്ലൈമറ്റ്, ആനിമൽസ്, പീപ്പിൾ ആൻഡ് കൾച്ചർ. ഓക്കെ, ഫോർമോസ്റ്റ് ഇൻ സൈസ് ഇനി നമുക്ക് അടുത്ത എന്താണ്? നമ്മുടെ ഏഷ്യയെ കുറിച്ചാണ്. നമ്മൾ ഓരോ കോണ്ടിനെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഓൺ ദ എർത്ത്. നമ്മുടെ എർത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക? ഏഷ്യ ആണ്. ഓക്കെ, അവർ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഏഷ്യ. നമ്മുടെ കൺട്രിയായ ഇന്ത്യ എവിടെയാണ്? ഏത് കോണ്ടിനെൻറ്റിലാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻ ഏഷ്യ. ഏഷ്യയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ കംപ്രൈസസ് ഓൾമോസ്റ്റ് 1/3 ഓഫ് ലാൻഡ് ഏരിയ ഓഫ് ദ എർത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്
എന്താണ് 1/3 ഓഫ് എർത്ത് ആണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ലാൻഡില്ലേ, ഭൂമി എന്ന് പറയുമ്പം ലാൻഡും സീസൊക്കെ ഉണ്ട്. അപ്പം അതിൽ ലാൻഡ് ഏരിയയിൽ ഏകദേശം 1/3 എന്തുണ്ട്, ഏഷ്യ ഉണ്ട്. അപ്പം ഏഷ്യയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാം, അത്രയും വലിയൊരു കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ഏഷ്യ. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ദ ബോർഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ നോക്കുക, നിങ്ങൾ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഏഷ്യയുടെ അപ്പുറവും ഇപ്പുറമൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക. അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, പസഫിക് ഓഷ്യൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇവിടെ എന്താണ്, പസഫിക് ഓഷ്യൻ ഉണ്ട്. ഈസ്റ്റ് എന്താണ്, പസഫിക് ഓഷ്യൻ ഉണ്ട്. വെസ്റ്റ് യൂറോപ്പും ഉണ്ട് അല്ലേ, വെസ്റ്റ് യൂറോപ്പും ഉണ്ട്, ഈസ്റ്റ് പസഫിക് ഓഷ്യനും ഉണ്ട്. പിന്നെ സൗത്ത് എന്താണ്, സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ ആണ്. എന്താണ്, ഇന്ത്യൻ ഓഷ്യൻ ആണ് സൗത്ത് ഉള്ളത്. പിന്നെ നോർത്ത് എന്താണ്, നോർത്ത് ആർട്ടിക് ഓഷ്യൻ ആണ് ഉള്ളത്. ഓക്കെ, നോർത്ത് ആർട്ടിക് ഓഷ്യൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കാം. ഇനി നമുക്ക് ഏഷ്യ ഒന്ന് പരിചയപ്പെടാം. ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓൺ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് എ ലാൻഡ് ബോർഡർ. അപ്പോൾ ഏത് സൈഡിലാണ് ലാൻഡ് ഉള്ളത്, വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ വെസ്റ്റ് യൂറോപ്പാന്ന് പറഞ്ഞു. സൗത്തും നോർത്തും ഈസ്റ്റും എന്താണ്, പസഫിക് ഓഷ്യൻ ആണ് അല്ലേ. സൗത്തും നോർത്തും ഈസ്റ്റും, വെസ്റ്റിൽ മാത്രമാണ് ഒരു ലാൻഡ് ഉള്ളത്. ആ ലാൻഡ് ഏതാണ്, ആ ലാൻഡ് യൂറോപ്പാണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കണ്ടല്ലോ യൂറാൽ മൗണ്ടെയ്ൻസ്. ഇതെന്താണ്, യൂറാൽ മൗണ്ടെയ്ൻസ്. എന്താണ് യൂറാൽ മൗണ്ടെയ്ൻസിന്റെ പ്രത്യേകത? The Ural Mountains range is situated on the western side of Asia, separate Europe and Asia. അപ്പോൾ യൂറോപ്പിനെയും ഏഷ്യനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. അതിൻ്റെ പേരാണ് യൂറൽ പർവ്വതനിര അല്ലെ യൂറൽ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് മൗണ്ടെയിൻ റേഞ്ച് സെപ്പറേറ്റ്സ് ദ യൂറോപ്പ് ആൻഡ് ഏഷ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? The Ural mountain ranges situated on the western side of Asia separate Europe and Asia. Let us get familiarized with some geographical features of Asia. ഏഷ്യയുടെ വേറെ കുറച്ച് geographical features നമുക്ക് നോക്കാം. The Himalayan mountains were the highest peak in the world. Mount Everest is situated in Asia. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് പീക്ക് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് എവിടെയാണ്? ഹിമാലയത്താണ്. ആ ഹിമാലയ പർവ്വതം എവിടെയാണുള്ളത്? നമ്മുടെ ഏഷ്യയിലാണ് ഉള്ളത്. പിന്നെ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മൗണ്ടൻസ് ഇൻ ഏഷ്യ നമുക്ക് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് ഏഷ്യയിലെ മൗണ്ടൻസിനൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഹിമാലയാസ് ഒന്ന് ഫസ്റ്റ് നമുക്ക് ഹിമാലയാസ്. ഈ ഹിമാലയസിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ദ വേൾഡ് ഹിമാലയ. മൗണ്ട് എവറസ്റ്റ് ദ വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹിയർ. പിന്നെ അതർ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ്, ഒന്നാമത്തേത് കാരക്കോറം റേഞ്ച്. എന്താണ്? കാരക്കോറം റേഞ്ച് ഇൻക്ലൂഡ്സ് K2 ഇൻ ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഏതാണ്? K2 ആണ്. അത് കാരക്കോറം റേഞ്ചിനാണുള്ളത്. പിന്നെ നെക്സ്റ്റ് ഹിന്ദുക്കുഷ് റേഞ്ച് സ്ട്രെച്ചസ് അക്രോസ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. അപ്പൊ ഹിന്ദുക്കുഷ് റേഞ്ച് അടുത്ത മൗണ്ടൻ റേഞ്ചസിന്റെ പേരാണ്. ടെൻഷാൻ റേഞ്ച് ഫൗണ്ട് ഇൻ സെൻട്രൽ ഏഷ്യ. ഓക്കെ, അങ്ങനെ ഒരുപാട് റേഞ്ചസ് ഉണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 നിങ്ങൾ എഴുതുക. പിന്നെ അതിൽ യൂറാൽ മൗണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ദ വെസ്റ്റേൺ ബോർഡർ ഓഫ് ഏഷ്യ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ഏഷ്യയെ വേർതിരിക്കുന്ന മൗണ്ടൻസിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് യൂറാൽ മൗണ്ടൻസ് എന്ന് എഴുതാം. കാരണം ആ ഭാഗം മാത്രം, യൂറോപ്പ് മാത്രമാണ് ഒരു ലാൻഡ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം സറൗണ്ടഡ് ബൈ സീസ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മൾ മൗണ്ടൻ റേഞ്ച് നമ്മുടെ ഏഷ്യയിൽ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്
Then, in addition to mountains, desert, plains and plateaus are also geographical features of Asia. Mountains മാത്രമല്ല ഏഷ്യയിലുള്ളത്. ഏഷ്യയിൽ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഡെസേർട്സ് ഉണ്ട്, അതായത് മരുഭൂമികളുണ്ട്, പ്ലെയിൻസ് ഉണ്ട്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ. പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീഠഭൂമികൾ. മലയാളത്തിൽ ചില പ്രദേശം ഉയർന്നുണ്ടാവും, ചില നേരത്ത് നിരപ്പായിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളെയാണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ഏഷ്യ. അതേപോലെ തന്നെ മെനി റിവേഴ്സ്, ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാങ്സി എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ്. നമുക്ക് വൺ വേർഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവറസ്റ്റ് ആണ്. അത് എവിടെയാണുള്ളത്? അത് ഏഷ്യയിലാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏഷ്യയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ മൗണ്ടൻ റേഞ്ചസ് പറഞ്ഞു. ഡിസേർട്സിനെ കുറിച്ച് പറയാം. എന്താണ്? ഡിസേർട്സ് ആർ ദ റീജിയൻസ് വിത്ത് വെരി ലോ റെയിൻഫോൾ. ഇവിടെ പ്രത്യേകത മരുഭൂമി നമുക്കറിയാലോ. എന്താണ് വെരി ലോ റെയിൻഫോൾ? മരുഭൂമി എന്ന് പറയുന്നത് തന്നെ ചൂടുള്ള പ്രദേശമാണല്ലേ. അവിടെ എന്താ പ്രത്യേകത? വിത്ത് വെരി ലോ റെയിൻഫോൾ, വളരെ കുറഞ്ഞ മഴയെ അവിടെ ലഭിക്കുള്ളൂ. വാസ്റ്റ് ആരിഡ് ലാൻഡ് ഏരിയാസ്, വരണ്ട വിശാലമായ പ്രദേശങ്ങളാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഡെസേർട്ട് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആർ കോൾഡ് ഹോട്ട് ഡെസേർട്ട്. അപ്പം അതിൽ തന്നെ ഈ മരുഭൂമികളിൽ തന്നെ എന്തുണ്ട്? ഡിസേർട്ട് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഹോട്ടും ഉണ്ട്, അതേപോലെ തന്നെ കോൾഡും ഉണ്ട്. അപ്പോൾ ഹോട്ട് ഡെസേർട്ട്, അതേപോലെ കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഡെസേർട്ട് തന്നെ രണ്ട് തരമായിട്ട് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ഏരിയസ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ്. ഇവിടെ കണ്ടല്ലോ, ഒരുപാട് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ് ഫ്രം ദ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. റിവേഴ്സ്, നദികൾ കുറേ എന്ത് കൊണ്ടുവരും? സെഡിമെന്റ്സ്, അവശിഷ്ടങ്ങൾ കൊണ്ടുവരും. അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട്. ദീസ് ആർ ജനറലി ഫെർട്ടിൽ. ഇവിടെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പ്ലാറ്റ്യൂസ് ആണ്. പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഏരിയസ് ദാറ്റ് ആർ എലവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് റീജിയൻസ് ആൻഡ് വിത്ത് കമ്പാരറ്റീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആർ കോൾഡ് പ്ലാറ്റ്യൂസ്. ചില സ്ഥലത്ത് ഉയർന്നു കിടക്കും, പിന്നെ ഉയർന്നു കിടന്നിട്ട് പിന്നെ അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ ആണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ടൻസ് പറഞ്ഞു, ഡെസേർട്സ് പറഞ്ഞു, പ്ലെയിൻസ് പറഞ്ഞു, പ്ലാറ്റ്യൂസ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ മൗണ്ടൻസ് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഹോട്ട് ഡെസേർട്ടും കോൾഡ് ഡെസേർട്ടും ഉണ്ട്. അതിൽ നമുക്ക് ഹോട്ട് എന്ന് പറയുന്നത് താർ ഡെസേർട്ട്, അത് എവിടെയാണ്? രാജസ്ഥാനിലാണുള്ളത്. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് അറേബ്യൻ ഡെസേർട്ട് ഉണ്ട്. കോൾഡ് എന്ന് പറഞ്ഞാൽ ഗോബി ഡെസേർട്ട്, കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ടിബറ്റൻ പ്ലാറ്റോ. ഇനി നമുക്ക് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? പ്ലെയിൻസ് ആർ ഫ്ലാറ്റ് ലോ ലൈങ് ലാൻഡ്സ് ദാറ്റ് ആർ ഫെർട്ടൈൽ ഫോംഡ് ബൈ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ് കോൾഡ് അലൂവിയൽ പ്ലെയിൻസ്. എക്സാമ്പിൾ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഇൻ ഇന്ത്യ ഫോംഡ് ബൈ ഗംഗ ആൻഡ് ഇൻഡസ് റിവേഴ്സ്. ഗംഗയിലെയും സിന്ധു നദിയിലെയും സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ഉണ്ടായ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഇന്ത്യ, അതൊരു ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പ്ലാറ്റ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്ലാറ്റ്യൂസ് ആർ ഇലവേറ്റഡ് ഫ്ലാറ്റ് ലാൻഡ്സ് ഹയർ ദാൻ സറൗണ്ടിങ് ഏരിയാസ്. ചുറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച് ഉയർന്ന സ്ഥലമാണ് ഈ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്യൂസ് ആർ ടിബറ്റൻ പ്ലാറ്റ്യൂസ്. അതിന് നമ്മൾ പറയാം റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പിന്നെ എന്താണ് മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. ഡെക്കാൻ പ്ലാറ്റ്യൂ, അത് നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. നിങ്ങളെ പ്ലാറ്റ്യൂസിന് ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി റിവേഴ്സ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞാൽ മെനി ലാർജ് റിവേഴ്സ് ഫ്ലോ ത്രൂ ഏഷ്യ. ഏഷ്യയിലൂടെ ഒരുപാട് റിവേഴ്സ് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണ്? യാങ്സി റിവർ ആണ്. ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ, ചൈനയിലാണുള്ളത്. അതർ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഗംഗ റിവർ ഇന്ത്യ, ഇൻഡസ് റിവർ പാകിസ്ഥാൻ, മെക്കോങ് റിവർ സൗത്ത് ഈസ്റ്റ്, യെല്ലോ റിവർ ചൈന. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ഏഷ്യനെ പറ്റിയിട്ട് റിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ഈ ഒരു ഭാഗവുമായിട്ട് നമുക്ക് ഏഷ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് വൺ വേർഡ് പരിചയപ്പെടാം. Where is Mount Everest located? എവിടെയാണ് മൗണ്ട് എവറസ്റ്റ്? മൗണ്ട് എവറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹിമാലയ ഇൻ ഏഷ്യ. വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ്? വേൾഡിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് എവറസ്റ്റ്.
Which mountain range separates Asia and Europe? ഏഷ്യനെയും യൂറോപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ച് ഏതാണ്? Ural Mountains. Name 2 other mountain ranges in Asia besides Himalaya. ഹിമാലയ കൂടാതെ വേറെ ഉള്ള 2 മൗണ്ടൻ റേഞ്ചസ് നമ്മൾ ഒരുപാടെണ്ണം പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻറ്റ് കാരക്കോറം റേഞ്ച് ആൻഡ് ഹിന്ദുക്കുഷ് റേഞ്ച്. ഇനി അടുത്തത് പ്ലെയിൻസിനെ പറ്റിയുള്ള 1 വേർഡ് നോക്കാം. വാട്ട് ആർ പ്ലെയിൻസ്? പ്ലെയിൻസ് ആർ ഫ്ലാറ്റ് ആൻഡ് ലോ ലൈയിങ് ലാൻഡ് ഏരിയാസ്. ഹൗ ആർ അലൂമിനിയം പ്ലെയിൻസ് ഫോംഡ്? അലൂമിനിയം പ്ലെയിൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ദേ ആർ ഫോംഡ് ബൈ ദ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. റിവേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അവശിഷ്ടങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് അലൂമിനിയം പ്ലെയിൻസ്. ഓക്കെ, Name one important plain in Asia. The Indo-Gangetic Plain. Okay. What is a plateau? Plateau is a highland with a flat top. ഒരു ഉയർന്ന പ്രദേശമാണ്, പക്ഷെ ഫ്ലാറ്റ് ടോപ്പ് ആയിരിക്കും. Which plateau is called roof of the world? ഏതാണ്? ടിബറ്റൻ പ്ലാറ്റു. നെയിം വൺ പ്ലാറ്റു ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്ലാറ്റു ഏതാണ്? ഓക്കെ, that is Deccan Plateau. Okay, which is the longest river in Asia? Yangtze River. Name one important river in India. Ganga River. Which river is known as Yellow River? Yangtze River in China. Okay, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് നോക്കൂ, പേജ് നമ്പർ 90. The following are the pictures of a certain geographical features found in Asia. Observe the pictures, find out to which landform category they belong to and write them down. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ദ ഹിമാലയാസ് നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? മൗണ്ടെയിൻസ്. ഓക്കെ, ഹിമാലയാസ് മൗണ്ടെയിൻസ് ആണ്. നെക്സ്റ്റ് മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്ലെയിൻ ആണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ദ താർ. കണ്ടാൽ തന്നെ അറിയാല്ലേ, ഇറ്റ് ഈസ് എ ഡെസേർട്ട്. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് ആണ്. ഇനി ലഡാക്ക് കോൾഡ് ഡെസേർട്ട് ആണ്. യാങ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാങ്സി എന്ന് പറഞ്ഞാൽ റിവർ വാലി ആണ്. അതേപോലെ ഡക്കാൻ പ്ലാറ്റു, അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലൈമറ്റിനെയാണ്. ഇപ്പം നമ്മൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ മൗണ്ടൻസ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു, ഡെസേർട്ട് പറഞ്ഞു, പ്ലെയിൻസ് പറഞ്ഞു, പ്ലാറ്റ്യൂസ് പറഞ്ഞു, റിവേഴ്സ് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു, 1 വേർഡ് കവർ ചെയ്തു, നോട്ട്സ് ഒക്കെ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലൈമറ്റ് ആണ്. Okay, the climate of Asia is also diverse just like its geography. നമ്മൾ ജോഗ്രഫിക്ക് പറഞ്ഞല്ലോ, വളരെയധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജോഗ്രഫിയാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയും വ്യത്യസ്തമാർന്നതാണ്. ആസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ഏഷ്യ ഈസ് ലൈയിങ് ക്ലോസ് ടു ദ പോളാർ റീജിയൻ ഇറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. അതായത് ഏഷ്യയുടെ വടക്ക് ഭാഗം, ഓക്കെ, ക്ലോസ് ടു പോളാർ റീജിയൻ ആണ്. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ധ്രുവപ്രദേശം. അതുകൊണ്ട് അവിടെ ഭയങ്കര എക്സ്ട്രീം കോൾഡ് ആണ്. ഓക്കെ, the eastern part experience moderate heat and cold because of proximity to oceans. ഇപ്പം ഈസ്റ്റേൺ പാർട്ട്, കിഴക്ക് ഭാഗം പറയാന്ന് വെച്ചാൽ അവിടെ ധാരാളം സമുദ്രങ്ങളുണ്ട് അല്ലേ. സമുദ്രങ്ങളുള്ളതിനെ കൊണ്ട് ഒരു ശരാശരി അത്ര വലിയ ഹീറ്റ് ഒന്നുമില്ല, എന്നാൽ മിതമായ ചൂടും തണുപ്പുള്ളതാണ് അവിടെ ഉള്ളത്. അത് എന്തുകൊണ്ടാണ്? പ്രോക്സിമിറ്റി ടു ദ ഓഷ്യൻ. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത്, അവിടെ അടുത്ത് ആരാ ഉള്ളത്? ഓഷ്യൻസ് ആണുള്ളത്. Since the southern region lies close to the equator. ഇനി southern region എങ്ങോട്ടാ? ഇവിടെ ഇക്വേറ്ററിനോടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആൻഡ് ഹാസ് ഹെവി റെയിൻഫോൾ. അതുകൊണ്ട് തന്നെ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള ആ ഭാഗമാണ്. തെക്ക് ഭാഗത്ത് ചൂടുണ്ട്, ചിലപ്പോൾ ഈർപ്പമുണ്ട്, ചിലപ്പോൾ നല്ല റെയിനും ഉണ്ട്, റെയിൻഫോളും ഉണ്ട്. ഇൻ ദ ആരിഡ് വെസ്റ്റേൺ റീജിയൻ ദ ടെമ്പറേച്ചർ ഈസ് ജനറലി ഹൈ. പക്ഷേ മരുപ്രദേശം, ആരിഡ് എന്ന് പറഞ്ഞാൽ മരുപ്രദേശത്ത് എന്താണ്? വളരെ ചൂട് കൂടുതലാണ്. മരുപ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അവിടെ റെയിൻഫോൾ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ചൂട് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഒരു ഡയഗ്രം കണ്ടല്ലോ. ഇവിടെ എന്താണ്? ഇതൊക്കെ ഏഷ്യയിലെ തന്നെ പല ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സൈബേരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. നല്ല തണുപ്പാണ് ഇവിടെ ഉള്ളത് സൈബേരിയയിൽ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ അഫ്ഗാൻ അറേബ്യൻ ഡെസേർട്ട് ആണ്. ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ്. ഇവിടെ വെച്ചാൽ ഇപ്പുറ സൈഡ് വരുമ്പോൾ എന്താണ്? അറേബ്യൻ മരുഭൂമിയാണ്, അവിടെ നല്ല ചൂടാണ്. ഇനി ഇവിടെ തരൂ മൗസിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻഡ്രം. ദ റീജിയൻ വിത്ത്
the highest rainfall in the world. അപ്പോൾ ഈ ഒരു ഏഷ്യയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, വളരെയധികം വ്യത്യസ്തമായ എന്താണ് ക്ലൈമറ്റ് ആണുള്ളതല്ലേ. ഒരു സ്ഥലത്ത് നല്ല തണുപ്പ്, ഒരു സ്ഥലത്ത് നല്ല മഴ, ഒരു സ്ഥലത്ത് നല്ല ചൂട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്ലൈമറ്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ക്ലൈമറ്റ് ഇൻ ഏഷ്യ? ദ ക്ലൈമാറ്റിക് ഏഷ്യ ഈസ് വെരി ഡൈവേഴ്സ്. വെരി ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ റീജിയൻ ടു അനദർ ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ലാൻഡ് ഫോം. അതിൻ്റെ ലാൻഡ് ഫോം ജോഗ്രഫി പോലെ തന്നെ ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് പോകുമ്പോൾ മാറി വരികയാണ്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്, സോ ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദ കോൾഡ് പോളാർ റീജിയൻ ഇൻ ദ നോർത്ത് ടു ദ ഹോട്ട് ഇക്വേറ്റോറിയൽ റീജിയൻ ഇൻ ദ സൗത്ത്. Because of this vast size and different the different physical features, Asia experience almost every type of climate. ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് പരിചയപ്പെടാം. ദ ഹിമാലയ ബിലോങ് ടു വിച്ച് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം? പ്ലെയിൻ, മൗണ്ടൻ, പ്ലാറ്റ്യൂ, ഡെസേർട്ട്. അപ്പോൾ മൗണ്ടൻ ആണ് ഹിമാലയ എന്ന് പറയുന്നത്. ദ മഞ്ചൂരിയൻ റീജിയൻ ഓഫ് ഏഷ്യ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്ലാറ്റ്യൂ, പ്ലെയിൻ, മൗണ്ടൻ റീജിയൻ, വാലി. ആൻസർ എന്താണ്? പ്ലെയിൻ ആണ്. ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഏഷ്യ എക്സ്പീരിയൻസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് മെയിൻലി ബിക്കോസ് ഇറ്റ് ലൈസ് നിയർ ദ ഇക്വേറ്റർ, ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഓഷ്യൻ, ഇറ്റ് ഈസ് എ ഡെസേർട്ട് റീജിയൻ, ഇറ്റ് ലൈസ് നിയർ ദ പോൾസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഓഷ്യൻ. അതുകൊണ്ടാണ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഏഷ്യ എക്സ്പീരിയൻസ് മോഡറേറ്റ് heat. Which region of Asia receives the heaviest rainfall? Heaviest rainfall എവിടെയാണ് കിട്ടുന്നത്? മൗസിൻഡ്രം ആണ്. Which region experience extreme heat? Extreme heat ഉള്ളത് എവിടെയാണ്? അറേബ്യൻ ഡെസേർട്ടിലാണ്. Which places in Asia receives the highest rainfall? Highest rainfall കിട്ടുന്നത് മൗസിൻഡ്രം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോറ ആൻഡ് ഫോണ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്